മോഡലിംഗ് റാമ്പിൽ സ്വപ്നതുല്യ ചുവടുവയ്ക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി. പ്രമുഖ ഫിലിം കമ്പനി ഒരുക്കുന്ന മിസ് കേരള മത്സര വിഭാഗത്തിൽ അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇടുക്കി കാന്തല്ലൂർ കുളച്ചിവയൽ ആദിവാസി കുടിയിലെ സുധാലക്ഷ്മി. പിന്നോക്കം നിൽക്കുന്ന സ്വന്തം സമുദായത്തിന്റെ ഉന്നമനം കൂടിയാണ് സുധാലക്ഷ്മിയുടെ സ്വപ്നം. സാമുദായിക ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞ് വർണ്ണലോകത്തിന്റെ റാമ്പിലേക്ക് സുധാലക്ഷ്മി ചുവടുവെച്ചത് വലിയ എതിർപ്പുകൾക്ക് നടുവിൽ നിന്നാണ്. മറ്റു വിഭാഗം ആളുകളെ കണ്ടാൽ കാഴ്ചയിൽ നിന്നും ഇന്നും ഓടിമറയുന്ന ആദിവാസി വിഭാഗമായ മുതുവാൻ സമുദായത്തിലെ ഒരംഗം സംസ്ഥാന അതിർത്തി ഗ്രാമങ്ങളിലൊന്നായ ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിലെ കുളച്ചിവയൽ ആദിവാസി കുടിയിൽ നിന്ന് ആദ്യമായി +2 വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടി. പ്രമുഖ ഫിലിം കമ്പനിയായ അറോറ കൊച്ചിയിലൊരുക്കുന്ന മിസ് കേരള ഫോറസ്റ്റ് ഗോഡ്സ് ഫാഷൻ ആൻഡ് ഫിറ്റ്നസ് മത്സരത്തിൽ അവസാന റൗണ്ടിലെത്തിയിരിക്കുകയാണ് സുധാലക്ഷ്മി. അഴകിന്റെ പുതുലോകത്തിൽ കാണാത്ത ദൂരങ്ങളുടെ ആ സ്വപ്നച്ചിറകിലാണ് ഇന്ന് സുധ. 29 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സുധാലക്ഷ്മിക്ക്. പോയ കാലം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സുധയ്ക്ക് ചട്ടക്കൂടിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഫാഷൻ ലോകത്തേക്കുള്ള വരവ്. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തിയത് എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മുടെ STയിൽപ്പെട്ട ഒരു സാറായിരുന്നു, MRSC പഠിപ്പിക്കുന്ന അരുൺ സാറായിരുന്നു നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സുധ ഇങ്ങനെ ഒരു ബ്യൂട്ടി കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ താല്പര്യം ആദ്യമായിട്ട് ഇല്ലായിരുന്നു. എന്നിട്ട് ഓക്കെ സാറേ, ഓക്കെ ഞാൻ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ധന്യരാമൻ മേഡത്തിനെ വിളിപ്പിക്കാനായിട്ട് നമ്പർ തന്നു. പിന്നെ ധന്യ മേഡത്തിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു, കുറേ മോട്ടിവേഷനൊക്കെ തന്നു ധന്യരാം മേഡം. അപ്പോൾ എനിക്ക് ഇങ്ങനെ മോഡലിംഗ് ഒന്നും അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ പോകുന്നത്. വലിയ എതിർപ്പുകൾക്ക് നടുവിലും +2വിന് ശേഷമുള്ള നഴ്സിംഗ് പഠനത്തിനുമൊക്കെ സുധയ്ക്ക് തണലായും താങ്ങായും നിന്നത് സ്വന്തം കുടുംബം തന്നെ. ഫാഷൻ രംഗത്തേക്ക് എത്തിയതോടെ മനസ്സും ശരീരവും അതിനായി പാകപ്പെടുത്തുകയാണ്. എതിർപ്പുന്നയിക്കുന്ന സ്വന്തം സമുദായത്തിന്റെ ഉന്നമനവും സുധയുടെ സ്വപ്നമാണ്. ഇതിൽ നിന്ന് പുറത്തു വരുന്ന വെച്ചാൽ ഭയങ്കര പാടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നാലും എനിക്കായിട്ട് ഇങ്ങനെ എന്നെ സെലക്ട് ചെയ്ത അറോറ ഫിലിം ടീമിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിവിടെ നിന്ന് അങ്ങടെ കുട്ടികളും കൊണ്ട് മുമ്പോട്ട് വരണം, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. കൂലിപ്പണി ചെയ്തിരുന്ന കുളച്ചിവയൽ കുടിയിലെ സുന്ദരഭൂമിയിൽ നിന്ന് ഇന്ന് സുധാലക്ഷ്മി ഫാഷൻ തരംഗം തീർക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് കാണുന്ന ഇളം തലമുറയ്ക്കെങ്കിലും സ്വപ്നച്ചിറകേറാൻ കഴിയട്ടെയെന്ന് സുധാലക്ഷ്മി പ്രത്യാശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മറയൂർ.